റസൂൽ പൂക്കുട്ടി കൂടി നമ്മൾക്കൊപ്പം മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റസൂൽ, എത്രയോ കാലമായി കേട്ടിഷ്ടപ്പെട്ട താങ്കളുടെ ഒരു പ്രിയ ഗായകൻ, എത്രയോ പാട്ടുകൾ അല്ലേ, അങ്ങനെ ഒരു ഗായകൻ്റെ വേർപാടാണ്. ജയേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ജയേട്ടനെ പറ്റി പറയുക, നമ്മൾ ചെറുപ്പത്തിൽ റേഡിയോയിൽ കേട്ട് ഉണർന്ന ശബ്ദം. അവിടുന്ന് നമ്മൾ സിനിമാക്കാരനായി സിനിമ കേൾക്കുന്നു, പാട്ടുകൾ കേൾക്കുന്നു. അവിടുന്ന് അദ്ദേഹത്തിന്റെ വളർന്ന് ഞാൻ ഒരു സിനിമ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ, അത് മലയാളത്തിൽ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ അതിലൊരു പാട്ട് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പലരെയും കണ്ടു, പലരെയും കൊണ്ട് അത് പാടിച്ചു നോക്കിയിട്ട് എനിക്കത് സാറ്റിസ്ഫാക്ഷൻ വരാതെ ഞാനും എം ജയചന്ദ്രനും കൂടെ അവസാനം ചേർന്നത് തൃശ്ശൂരത്തെ ജയേട്ടന്റെ വീട്ടുപിടിക്കലാണ്. അദ്ദേഹം വന്ന് ആ പാട്ട് പാടി. ആ പാട്ട് കേട്ടാൽ ഒരു 80 വയസ്സുള്ള ആള് പാടിയ പാട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് ചെറുപ്പം, അത്രയ്ക്ക് ഒതുക്കം, അത്രയ്ക്ക് ബ്യൂട്ടി. അതെ, ഇപ്പൊ സുദീപും പറഞ്ഞതാണ്. കാരണം പ്രായമായെങ്കിലും ആ ഭാവം, ഒരു പാട്ടിന് കൊടുക്കുന്ന ഭാവത്തിലൊന്നും ഒരു കുറവും അവസാന കാലത്ത് പോലും വന്നിരുന്നില്ല എന്നാണ് പറഞ്ഞത് റസൂൽ. അത് മാത്രമല്ല, അത് ഈ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് എന്നെയും കുട്ടനെയും കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, എന്റെ കരിയറിലെ ഏറ്റവും നല്ല പാട്ട് നിങ്ങൾ തന്നു എന്നാ പറഞ്ഞു. അതൊരു വശം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഈ പാട്ട് ലൈവായിട്ട് വന്ന് അദ്ദേഹം പാടി. സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫംഗ്ഷനിൽ അദ്ദേഹം വന്ന് പാടിയിട്ടുണ്ടായി. അത്രയ്ക്ക് ഇത്രയും ഏജ്ഡ് ആയിട്ടും ഒരു അദ്ദേഹം ചെയ്യുന്ന ഒരു ക്രാഫ്റ്റിനോടും അദ്ദേഹം ചെയ്യുന്ന ജോലിയോടുമുള്ള കമ്മിറ്റ്മെന്റും ആ പാഷനും 80 വയസ്സായിട്ടും അതൊന്നും മാറുന്നില്ല. അത് ആ ഒരു ജനറേഷൻ ഇനി ഇല്ല. They were men of metal. അത്രയ്ക്ക് പാഷനും പങ്ക്ച്വാലിറ്റിയും ഡെഡിക്കേഷനുമുള്ള ആ ഒരു ജനറേഷൻ ഇനി നമുക്കില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നഷ്ടം. പക്ഷേ ആ പാട്ടുകളാണ്, ശബ്ദം നിലനിൽക്കും. അതെ, ആ പാട്ടാണ് ശബ്ദം നിലനിൽക്കും, പാട്ടുകൾ നിലനിൽക്കുന്നതെല്ലാം നമ്മൾ മലയാളികൾ ഉള്ളിടത്തോളം നമ്മൾ ആ പാട്ടുകൾ മൂളും, പാടും, അദ്ദേഹത്തെ ഓർക്കും. പക്ഷേ men like him are rare, and they are going is a pain deep within me. Yes. Thank you, Rasool Pookutti. Thank you.